വെൽക്കം ടു കൂട്ടാരീസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഓണ റെസിപ്പിയിലെ നമ്മളെ കായുപ്പേരിയാണ് കേട്ടോ. കുറച്ച് റെസിപ്പികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഓണത്തിന്റെ. കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓണ റെസിപ്പികൾ. അതിൽ തോരനും മറ്റുള്ള ഐറ്റംസ്, സാമ്പാർ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇപ്രാവശ്യത്തെ ഓണത്തിൽ ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് കായ ഉപ്പേരിയാണ്. പിന്നെ ഈ കായുപ്പേരി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. കായ ഉപ്പേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10-11 നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രക്കായാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നേന്ത്രക്കായുടെ രണ്ടറ്റം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണിത്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഈ നേന്ത്രക്കായയുടെ തോലൊന്ന് മാറ്റിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കായയുടെ മേലെ വരഞ്ഞിട്ട് കൊടുക്കുക. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചുറ്റും വരഞ്ഞിട്ട് കൊടുക്കുക. വരച്ചിട്ട് കൊടുത്താൽ മതി വെറുതെ. അങ്ങനെ ചുറ്റും വരഞ്ഞിട്ട് കൊടുത്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ തോലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഒരു സൈഡിൽ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ തിക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നീക്കിയെടുക്കാൻ പറ്റും. ഈ മഞ്ഞൾ വെള്ളം നമ്മൾ നീക്കി വെച്ചിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിലുള്ള ഈ കായയിലുള്ള കറ കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ കായയുടെയും തോലുകളൊക്കെ നീക്കിയതിന് ശേഷം ഈ മഞ്ഞൾ വെള്ളത്തിലേക്ക് കുറച്ച് നേരം ഇട്ട് വയ്ക്കാം. ഈ ഒരു രീതിയിലാണ് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് വീട്ടിൽ. അപ്പോൾ അങ്ങനെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് നല്ല ക്രിസ്പി ആയിട്ടും ആക്കി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ കായകളുടെയും തോലൊക്കെ പെട്ടെന്ന് നീക്കി എടുക്കാൻ പറ്റും. അതായത് ഇതിൽ വരഞ്ഞിട്ട് കൊടുക്കുന്നത് എല്ലാവരുടെയും വരഞ്ഞിട്ട് കൊടുക്കുക. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഈ തോലൊക്കെ ഇങ്ങനെ നീളത്തിൽ തന്നെ എടുത്ത് മാറ്റാൻ പറ്റണത്. ഇങ്ങനെ നീക്കിയെടുക്കുന്ന കായത്തോല് നമ്മൾ വീണ്ടും നമുക്ക് അത് ഒരു തോരൻ തയ്യാറാക്കാനായിട്ട് നമ്മുടെ വൻപയറും ഈ കായത്തോലും ഉപയോഗിച്ചിട്ട് നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് നീക്കി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലത്തെ കായത്തോല് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല, ഇങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് എല്ലാ കായത്തോലൊക്കെ നീക്കിയിട്ട് നമ്മൾ നേന്ത്രക്കായ മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിനെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തിരുമ്മിയിട്ട് എല്ലാ സൈഡും ഇങ്ങനെ കൈ കൊണ്ട് തന്നെ തിരുമ്മിയിട്ട് എടുക്കുക. അപ്പോൾ അതിൽ മുഴുവൻ കറയും നമുക്ക് മാറ്റി കിട്ടും കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കിത് വറക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചിലർ ചിലപ്പോൾ കായത്തോല് പറിച്ചെടുത്തതിന് ശേഷം നേരെ വെളിച്ചെണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതേപോലെ മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ടാണ് പൊതുവെ ചെയ്തെടുക്കാറ് കേട്ടോ. സ്ഥിരം അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ കറയൊക്കെ നീക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. ഇനി നമുക്ക് ഈ കായ ഓരോന്നും കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ നൈസായിട്ട് എടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ വളരെ നൈസല്ല, ഇത്തിരി തിന്നായിട്ടുള്ളതായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കട്ട് ചെയ്ത് ഒരേ കനത്തിൽ കട്ട് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വറുത്തെടുക്കുമ്പോൾ എല്ലാതും ഒരുപോലെ നമുക്ക് വറുത്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കനം കുറഞ്ഞതും കനമുള്ളതും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളൊരു കട്ട് ചെയ്ത രീതി കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ പലതും കുറേ മൊരിഞ്ഞ് പോവും, ചിലത് മൊരിയാതെ കിട്ടും, ഉള്ളു വേവാതെ കിട്ടും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇനി നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളെല്ലാം വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് 2 ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് ഉപ്പും വേറൊരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കലക്കി വയ്ക്കുക. രണ്ടും വേറെ വേറെ എടുത്ത് വയ്ക്കണം. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കായ പീസുകൾ ഇട്ട് കൊടുക്കാം. അത് കൈകൊണ്ട് വെതറി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റിൽ ഇടുന്നത്. എന്നിട്ട് തീയൊന്ന് കുറച്ച് വയ്ക്കാം. ആദ്യമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് പതഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. തിളച്ച വെളിച്ചെണ്ണയിലേക്ക് കായ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി പതഞ്ഞ് വന്നുകൊണ്ടിരിക്കും.
ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഈ വെളിച്ചെണ്ണയിലേക്ക് വറുത്തെടുക്കാൻ പറ്റുന്നത് നമ്മൾക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് മെല്ലെ കയ്യിൽ ഉപയോഗിച്ചിട്ട് മെല്ലെ ഒന്ന് പതുക്കെ നീക്കി കൊടുത്താൽ മതി. വല്ലാണ്ട് ഉറുക്കൊന്നും ഇളക്കണ്ട. പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ പതുക്കെ മെല്ലെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് പതുക്കെ മെല്ലെ മെല്ലെ നീക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ആകുമ്പോൾ പതമൊക്കെ നന്നായിട്ടൊന്ന് കുറയണ സമയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ തവി ഉപയോഗിച്ച് ഇങ്ങനെ ഇളക്കണ സമയത്ത് തന്നെ തവിയുമ്പോൾ ഈ കായ കഷ്ണം കൊള്ളുമ്പോഴൊരു ശബ്ദമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വറവൊക്കെ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നന്നായിട്ട് പതയൊക്കെ മെല്ലെ ഒന്ന് വറ്റി നീങ്ങി കിട്ടുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് വെള്ളം മഞ്ഞൾ വെള്ളം തെളിച്ച് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ലെവലിൽ നമുക്ക് കണ്ടില്ലേ കോരിയെടുക്കുമ്പോൾ പതുക്കെ നീങ്ങിപ്പോയിട്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് വെള്ളം മഞ്ഞൾ വെള്ളം ആവശ്യത്തിന് തെളിച്ച് കൊടുക്കാം. മഞ്ഞൾ വെള്ളം തെളിച്ച് കൊടുക്കുന്നത് നന്നായി കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ളതും ചെറുതായിട്ട് തെളിച്ച് കൊടുത്താൽ മതി. ഇത് തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും. അപ്പോഴും നല്ല പതഞ്ഞ് വരും. ഈ പദം മാറി കഴിഞ്ഞാൽ നമുക്ക് തവി ഉപയോഗിച്ചിട്ട് അതിങ്ങനെ കോരി എടുക്കാം കേട്ടോ. അപ്പോൾ പതയൊക്കെ മാറിപ്പോയിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ നിറമൊക്കെ മാറി നല്ല യെല്ലോ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് കോരി എടുക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് നല്ല ഭംഗിയുള്ള നല്ല കായ ചിപ്സ് നമുക്ക് സൂപ്പറായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നമുക്ക് കോരിയിട്ട് ഇനിയൊരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അങ്ങനെ ഒരു പാത്രത്തിൽ പേപ്പർ വിരിച്ചിട്ടായാലും മതി. അതിലേക്ക് കുറച്ച് നേരം വാർത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലത്തെ വെളിച്ചെണ്ണയുടെ അംശം വലുതുണ്ടെങ്കിൽ ആ പേപ്പറിലേക്ക് അത് വലിച്ചെടുത്തോളും. അപ്പോൾ ഇതുപോലെ കായ വറുത്തത് മുഴുവനായിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ആരും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓണത്തിന് കായ വറുത്തത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കും കേട്ടോ.